മുലപ്പാൽ കൊടുക്കുന്നതിനോടൊപ്പം നെഞ്ചിനോട് അടുപ്പിച്ച് വെച്ചിട്ട് ആസിഡ് കുട്ടിക്ക് കൊടുക്കുകയാണ്. ആത്മഹത്യക്ക് ശ്രമിക്കുകയാണ്, ഒപ്പം കുഞ്ഞിനെ കൊലപ്പെടുത്തുകയുമാണ്. പക്ഷെ കുഞ്ഞ് മരിക്കുന്നു. അമ്മ പരിക്കുകളോടെ ചികിത്സയ്ക്ക് ശേഷം രക്ഷപ്പെട്ട് ജയിലിനുള്ളിലേക്ക് വരുന്നു. സന്തോഷ് സുകുമാരൻ 32 വർഷക്കാലം കേരളത്തിലെ വിവിധ ജയിലുകളിൽ സേവനമനുഷ്ഠിച്ച ഉദ്യോഗസ്ഥൻ. പുറം ലോകം അധികം അറിയാത്ത ഒട്ടേറെ കാരാഗൃഹ സംഭവങ്ങളുടെ ദൃക്സാക്ഷി. സെൽമുറിയുടെ ബാക്കിലുള്ള വെന്റിലേഷൻ അയാൾ ആക്സോബ്ലേഡ് ഉപയോഗിച്ച് മുറിച്ചതിന് ശേഷമാണ് അതിനുള്ളിലൂടെയാണ് പുറത്ത് കടക്കുന്നത്. ഈ ടൂത്ത് പേസ്റ്റിനകത്ത് ഈ ആക്സോബ്ലേഡ് കടത്തിയാണ് ആണ് പിന്നീട് നമ്മൾ ചോദ്യം ചെയ്യലിലൊക്കെ മനസ്സിലാവും. ഇത് സന്തോഷ് സുകുമാരൻ്റെ അനുഭവങ്ങളാണ്. 5-6 മുറികളിലുള്ള കുറേ അധികം തടവുകാർ ശരീരം മുറിപ്പെടുത്തിയിട്ട് രക്തത്തിൽ ഇങ്ങനെ കുളിച്ച് നിൽക്കുന്ന ഒരു സാഹചര്യം പെട്ടെന്ന് നമ്മൾക്ക് ഞെട്ടലുണ്ടാക്കുന്ന ഒരവസ്ഥ. പൊതുസമൂഹത്തിന് അധികം പരിചയമില്ലാത്ത സംഭവങ്ങളുടെ വിവരണം. കഴുത്തിൽ അയാൾ ഉടുത്തിരുന്ന മുണ്ട് കുടുക്കാക്കി ജയിലിനുള്ളിലെ കിണറിനുള്ളിലേക്ക് ചാടി ആണ് സൂയിസൈഡ് ചെയ്യുന്നത്. ജയിലിലെ ജീവിതം. ബീഡിയാണ് ജയിലിനുള്ളിലൊരു കറൻസി. ഒരു തടവുകാരൻ മറ്റൊരു തടവുകാരന് എന്തെങ്കിലും ഒരു ഫേവർ ചെയ്യുന്നുണ്ടെങ്കിൽ, എന്തെങ്കിലും ഒരു സേവനം ചെയ്യുന്നുണ്ടെങ്കിൽ അതിന് പ്രതിഫലമായിട്ട് നിശ്ചയിച്ചിരിക്കുന്നത് ബീഡിയാണ്. വിചിത്ര സ്വഭാവമുള്ള തടവുപുള്ളികൾ തന്നെ ആരോ പിന്തുടരുന്നുണ്ട് എന്ന് നിരന്തരമായിട്ട് ഭയക്കുന്ന ഒരു സാഹചര്യത്തിലാണ് ഞാൻ അയാളെ കാണുന്നത്. കാണാൻ വരുന്ന അയാളുടെ ഭാര്യ, അയാളുടെ മകൻ, ഇവരൊക്കെയും ഓരോ പ്രശ്നങ്ങളുമായിട്ടാണ് വരുന്നത്. അയാളെ ഉപദ്രവിക്കാൻ വേണ്ടിയിട്ടാണ് വരുന്നത്. അപൂർവ ജയിലനുഭവങ്ങൾ. സ്ട്രക്ചറിൽ ഇങ്ങനെ അയാൾ കിടക്കുന്ന സമയത്ത് ഞാൻ അടുത്ത് ചെന്നിട്ട് അയാളെ പേര് വിളിക്കുന്നുണ്ട്. പേരിനെ അനുസരിച്ച് റെസ്പോണ്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുകയും വളരെ പെട്ടെന്ന് അയാളുടെ ശരീരം ആകെ ഒന്ന് കിടുങ്ങി അയാളുടെ മരണം സംഭവിക്കുകയാണ്. കേരളത്തിലെ പ്രമുഖ ജയിലുകളിൽ സൂപ്രണ്ടും ജയിലാസ്ഥാന കാര്യാലയം DIGയുമായിരുന്ന സന്തോഷ് സുകുമാരൻ്റെ അനുഭവങ്ങൾ അദ്ദേഹത്തിൻ്റെ വാക്കുകളിൽ. 1992 ഏതാണ്ട് ആ വർഷം അവസാനിക്കുന്ന സമയത്താണ് ഞാൻ എൻ്റെ ജോലി ആരംഭിക്കാൻ വേണ്ടിയിട്ട് ഒരു ജയിലിലേക്ക് ആദ്യമായിട്ട് പ്രവേശിക്കുന്നത്. ജയിൽ എന്ന് പറയുമ്പോഴത്തേക്ക് എൻ്റെ ചില ഓർമ്മകളിലും ചില ചലച്ചിത്രങ്ങളിലും സാഹിത്യ സൃഷ്ടിയിലും ഒക്കെ കാണുന്ന രീതിയിലുള്ള ചില വിവരണങ്ങൾ മാത്രമാണ് എനിക്ക് ജയിലിനെ കുറിച്ചുള്ള അറിവാകെയുള്ളത്. തിരുവനന്തപുരത്തു നിന്ന് ഞാൻ കണ്ണൂരേക്ക് വരുന്നു. കണ്ണൂർ സെൻട്രൽ ജയിലിൽ ആണ് ജോലി. ആ സെൻട്രൽ ജയിലിലെ ജോലി പ്രവേശിക്കുന്നതിന് വേണ്ടിയിട്ട് ചെല്ലുമ്പോൾ അന്ന് രാവിലെയാണ് ട്രെയിൻ കണ്ണൂരിൽ ഇറങ്ങുന്നത്. അതിരാവിലെ അവിടെ നിന്ന് പള്ളിക്കുന്നെന്ന് പറയുന്ന സ്ഥലത്തേക്ക് എത്തുന്നു. പള്ളിക്കുന്നിലെത്തിയപ്പോൾ ഒരു ക്വാർട്ടേഴ്സിലാണ് ചെന്ന് തങ്ങാൻ വേണ്ടിയിട്ടുള്ള അവസരം കിട്ടും. അപ്പോൾ അവിടെ ഞാൻ പെട്ടിയും കിടക്കുകയും ഒക്കെ ആയിട്ട് ഒരു ക്വാർട്ടേഴ്സിൽ ചെന്ന് അവിടെ താമസിക്കുക. അവിടെ ഒരു സുഹൃത്തുണ്ട്. ആ സുഹൃത്തിൻ്റെ മുറിയിലേക്കാണ് ചെല്ലുന്നത്. അപ്പോൾ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ അന്ന് അവിടെയുള്ളൊരു പ്രത്യേകത, അന്നത്തെ ദിവസം ജയിൽ വകുപ്പിൻ്റെ ഒരു ജീവനക്കാരുടെ, ഉയർന്ന ഉദ്യോഗസ്ഥരുടെ എല്ലാം കൂടി ഒരു മീറ്റിംഗ് അത് കണ്ണൂർ വെച്ച് നടക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു പ്രാരംഭ പ്രവർത്തനത്തിനൊക്കെ വേണ്ടിയിട്ട് ഉള്ള നടപടികളൊക്കെ അവിടെ നടക്കുന്നു. ഭക്ഷണം പാകം ചെയ്യുന്നു. അതുപോലെ തന്നെ ജീവനക്കാർ വന്നാൽ അവർക്ക് ഇരിക്കാൻ വേണ്ടിയിട്ടുള്ള സൗകര്യങ്ങളൊക്കെ ഉണ്ടാക്കുന്നു. അതൊക്കെ ഒരു സൂപ്രണ്ടിൻ്റെ ക്വാർട്ടേഴ്സിൻ്റെ മുൻവശത്തായിട്ടൊരു പന്തൽ ക്രമീകരിച്ചിട്ടുണ്ട്. ആ പന്തലിലാണ് ഈ കാര്യങ്ങളെല്ലാം നടക്കുന്നത്. അപ്പോൾ ഞാൻ താമസിക്കാൻ ചെന്ന ക്വാർട്ടേഴ്സിൽ നോക്കുമ്പോൾ ഈ പന്തലുള്ള ക്രമീകരണങ്ങളെല്ലാം എനിക്ക് കാണാം. അപ്പോൾ ഞാനിങ്ങനെ വലിയ അത്ഭുതത്തോടു കൂടി നോക്കുകയാണ്. ഇത്രയും വലിയ വിശാലമായിട്ടുള്ള ഒരു സ്ഥലം, ആ വിശാലമായിട്ടുള്ള സ്ഥലത്ത് ഒറ്റപ്പെട്ടുള്ള ക്വാർട്ടേഴ്സുകൾ, ആ ഭൂമിയെ അല്ലെങ്കിൽ ആ സ്ഥലത്തെ രണ്ടായിട്ട് വിഭജിച്ചുകൊണ്ട് പോകുന്ന ദേശീയപാത, അങ്ങനെ അത്തരത്തിലുള്ള കാര്യങ്ങളെല്ലാം കൂടി. എന്താണ് ജയിൽ, എവിടെയൊക്കെയാണ്, ഈ വലിയ മതിൽക്കെട്ടിനുള്ളിൽ എന്തൊക്കെയുണ്ടെന്നുള്ളതിനെക്കുറിച്ചൊന്നും ഒരു ധാരണയുമില്ല. മതിൽക്കെട്ടിന് പുറത്തുള്ള ഒരു ക്വാർട്ടേഴ്സിലാണ് ഞാൻ ഇരിക്കുന്നത്. ആ സമയത്ത് തൊട്ടടുത്തുള്ള ക്വാർട്ടേഴ്സിൽ, സൂപ്രണ്ടിൻ്റെ ക്വാർട്ടേഴ്സിൻ്റെ ഫ്രണ്ടിൽ ഇത്തരത്തിലുള്ള ക്രമീകരണങ്ങളൊക്കെ നടക്കുകയും ചെയ്യുന്നു. അപ്പോൾ ആ ക്രമീകരണങ്ങളെല്ലാം നോക്കിക്കൊണ്ട് ഞാൻ ഇരുന്നപ്പോൾ സമയത്ത് വളരെ സുമുഖനായിട്ടുള്ള ഒരാൾ അവിടെ ഒരു സ്കൂട്ടറിൽ വന്നിറങ്ങി. അദ്ദേഹം അതിനുള്ള ക്രമീകരണങ്ങളെല്ലാം അതിൻ്റെയൊക്കെ മേൽനോട്ടമൊക്കെ നിർവഹിച്ചു. അതിനുശേഷം വേണ്ട നിർദ്ദേശങ്ങളൊക്കെ കൊടുത്തു. അത് കഴിഞ്ഞ് അദ്ദേഹം സ്കൂട്ടർ ഓടിച്ചു പോകുന്നു. അപ്പോൾ ആരാണെന്നോ എന്താണെന്നോ ഒന്നും എനിക്ക് യാതൊരു ധാരണയുമില്ല. അത് കഴിഞ്ഞ് ഞാൻ ഒരു 9-9:30 മണിയോടുകൂടി ഒരു ജോയിനിങ് റിപ്പോർട്ട് എഴുതിയുണ്ടാക്കി. 2 ലൈനിൽ ഒരു ഇംഗ്ലീഷിൽ എഴുതിയ ഒരു ജോയിനിങ് റിപ്പോർട്ടും നമ്മുടെ ജയിലാസ്ഥാന കാര്യാലയത്തിൽ നിന്ന് എനിക്ക് ലഭിച്ചിട്ടുള്ള ഉത്തരവുമൊക്കെ ആയിട്ട് ഞാൻ ഒരു സിവിൽ ഡ്രസ്സിൽ, സാധാരണ
ഒരു ഷർട്ടും പാൻറ്റും ഒക്കെ ധരിച്ച് ഞാൻ പതിയെ ക്വാർട്ടേഴ്സിൽ നിന്ന് ഇറങ്ങി സെൻട്രൽ ജയിലിലേക്ക് പോവുകയാണ്. ആരും പരിചിതമായിട്ടുള്ള ഒരു മുഖവുമില്ല. തടവുകാർ അവിടേക്കും ഇവിടേക്കുമൊക്കെ നടന്നു പോകുന്നതിൻ്റെ ഒരു ദൃശ്യങ്ങളൊക്കെ ഉണ്ട്. അവരുടെ കൂടെ കാക്കിയിട്ട ഉദ്യോഗസ്ഥന്മാർ നടക്കുന്നുണ്ട്. വലിയ കവാടത്തിൻ്റെ മുന്നിലേക്ക് എന്നെ എത്തിച്ച വഴിയിലൂടെ ഞാൻ നടന്ന് ഗേറ്റിൻ്റെ അവിടെ എത്തി. ഗേറ്റിൻ്റെ അവിടെ എത്തിയിട്ട് ഗേറ്റിൽ ചെറുതായിട്ട് മുട്ടി. ആ സമയത്ത് ഗേറ്റിൻ്റെ പുറത്ത് ഒരു റൈഫിൾ പിടിച്ചിട്ടുള്ള ഒരു ഗാർഡുണ്ട്. അയാൾ എൻ്റെ അടുക്ക ചോദിച്ചു എന്താ വന്നത്. അപ്പോൾ അന്നേരം ഞാൻ പറഞ്ഞു ഇങ്ങനെ ജോയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് വന്നതാണ്. അപ്പോൾ അയാൾ നേരെ മുകളിലേക്ക് പോയിട്ട്, മുകളിലാണ് സൂപ്രണ്ട് മുറി, അവിടേക്ക് പോകാൻ വേണ്ടിയിട്ട് പറഞ്ഞു. ഞാൻ അകത്തേക്ക് പ്രവേശിക്കുമ്പോൾ ഞാൻ ഗേറ്റിൽ കണ്ട ഏറ്റവും ആദ്യമായിട്ട് എൻ്റെ കണ്ണിൽ ഉടക്കിയ ഒരു അന്തേവാസി ഒരു സുമുഖനായിട്ടുള്ള ഒരു ചെറുപ്പക്കാരനാണ്. എനിക്ക് അന്ന് ഒരു 25-26 വയസ്സ് പ്രായമുണ്ടാവും. എന്നേക്കാൾ ഒരു 3-4 വയസ്സ് ഇളയ ഒരാളിനെ ഞാൻ കണ്ടു. വളരെ സുമുഖനായിട്ടുള്ള ഒരു ചെറുപ്പക്കാരൻ, സുന്ദരനായിട്ടുള്ള ചെറുപ്പക്കാരൻ. അപ്പോൾ അയാൾ ഗേറ്റ് കീപ്പറുടെ സഹായിയായിട്ട് അവിടെ ജോലി ചെയ്യുന്നതാണെന്ന് പിന്നീടാണ് എനിക്ക് മനസ്സിലാവുന്നത്. ഞാൻ നേരെ കാണുമ്പോൾ അയാളെയാണ് ഞാൻ കാണുന്നത്. ഗേറ്റ് കീപ്പറോട് ഞാൻ സൂപ്രണ്ട് മുറി ചോദിക്കുന്നു. അത് മുകളിലേക്ക് കോണി കയറി പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ വലതുവശത്ത് കാണുന്നത് സൂപ്രണ്ട് മുറിയാണ് എന്ന് പറഞ്ഞു. ഞാൻ ആ മുകളിലേക്ക് കയറി പോവുകയും ചെയ്തു. അവിടെ ചെന്ന് ഞാൻ സൂപ്രണ്ട് മുറിയുടെ വാതിൽക്കൽ നിന്നു. അദ്ദേഹം എന്നോട് അകത്ത് വരാൻ വേണ്ടിയിട്ട് അറിയിപ്പ് തന്നതനുസരിച്ച് ഞാൻ അകത്ത് പ്രവേശിച്ചു. സാറിനെ തൊഴുതു. ഈ ജോയിനിങ് റിപ്പോർട്ടും ഉത്തരവിൻ്റെ കടലാസുകളൊക്കെ അദ്ദേഹത്തെ ഏൽപ്പിച്ചു. അപ്പോൾ ഞാൻ നോക്കിയപ്പോൾ രാവിലെ ഞാൻ ക്വാർട്ടേഴ്സിൽ നിന്ന് നോക്കുമ്പോൾ സ്കൂട്ടറിൽ വന്നിറങ്ങി നിർദ്ദേശങ്ങൾ കൊടുത്ത ആ വ്യക്തിയാണ് സൂപ്രണ്ട് എന്നുള്ള രീതിയിൽ യൂണിഫോം ഇട്ട് അവിടെ ഇരിക്കുന്നത്. അപ്പോൾ എൻ്റെ അടുക്കൽ അദ്ദേഹം പറഞ്ഞു, നിങ്ങൾക്ക് ഇവിടെ ട്രെയിനിങ്ങിന് മുമ്പ് 1 മാസക്കാലം അല്ലെങ്കിൽ 1.5 മാസക്കാലമാണ് ഇവിടെ ജോലി ചെയ്യാൻ വേണ്ടി സാധിക്കുക. അപ്പോൾ ആ 1.5 മാസക്കാലം കൊണ്ട് നിങ്ങൾ ഈ ജയിലിലെ കാര്യങ്ങളൊക്കെ പഠിക്കണം. വളരെ വ്യക്തമായിട്ട് ഫയൽ കാര്യങ്ങൾ പഠിക്കണം, തടവുകാരുടെ കാര്യങ്ങൾ മനസ്സിലാക്കണം. ഈ 1.5 മാസക്കാലം നിങ്ങൾക്കൊരു ഒരു ഇൻറ്റേർണൽ ട്രെയിനിങ് തരാൻ വേണ്ടിയിട്ട് ഞാൻ നിർദ്ദേശം കൊടുത്തിട്ടുണ്ട്. വ്യത്യസ്തമായിട്ടുള്ള സെക്ഷനുകളിലെ എന്തെല്ലാം ജോലികളാണ് നടക്കുന്നത് എന്നുള്ള കാര്യം നിങ്ങൾ മനസ്സിലാക്കണം. അപ്പോൾ ഞാൻ പറഞ്ഞു, സർ ഞാൻ ഇതുവരെ യൂണിഫോം ഇട്ടിട്ടില്ല. യൂണിഫോം ധരിക്കേണ്ട ഒരു ജോലിയാണ്, പക്ഷേ യൂണിഫോമിൻ്റെ രീതികളൊന്നും എനിക്കറിയില്ല. അപ്പോൾ അദ്ദേഹം എനിക്ക് നൽകിയ ആദ്യത്തെ സൗജന്യം എന്ന് പറയുന്നത്, ഇപ്പോൾ യൂണിഫോം ധരിച്ച് നിങ്ങളൊരു ബഫൂണിനെ പോലെ കളിക്കേണ്ട, ട്രെയിനിങ് കിട്ടിയതിന് ശേഷം മതി യൂണിഫോം ധരിക്കുന്നത്. ഇപ്പോൾ നിങ്ങൾ വൃത്തിയായിട്ട് വേഷം ധരിച്ച് വന്നാൽ മാത്രം മതി. അതിനാവശ്യമായിട്ടുള്ള നിർദ്ദേശം ഞാൻ കൊടുത്തോളാം. നിങ്ങളെ ഇപ്പോൾ പ്രധാനമായിട്ട് തടവുകാരുടെ ഇളവുകൾ സംബന്ധിച്ചുള്ള പ്രധാനപ്പെട്ട ഒരു സെക്ഷനുണ്ട്. ആ സെക്ഷനിലെ ജോലിക്കാണ് നിങ്ങളെ നിയോഗിക്കുന്നത്. ആ ജോലി ചെയ്യണം. അത് പ്രധാനമായിട്ട് പഠിക്കണം. കാരണം ആ ജോലി ചെയ്യുന്നതിന് വേണ്ടിയിട്ട് അതിൻ്റെ ചുമതലപ്പെടുത്തിയിരിക്കുന്ന ഉദ്യോഗസ്ഥൻ്റെ പേര് ശ്രീധരൻ എന്നാണ്. അദ്ദേഹം വടകരക്കാരനാണ്. വടകര സബ് ജയിലിലെ സൂപ്രണ്ടായിട്ട് അദ്ദേഹത്തെ ഉടനെ പോസ്റ്റ് ചെയ്യും. അദ്ദേഹം ഇവിടുന്ന് ട്രാൻസ്ഫറായി പോകും. അദ്ദേഹത്തിൻ്റെ ചുമതലയിൽ വളരെ ഭംഗിയായിട്ട് നടക്കുന്നൊരു സെക്ഷൻ്റെ ചുമതലയിൽ സഹായിക്കുക എന്നുള്ളതാണ് നിങ്ങളുടെ ഇപ്പോൾ പ്രാഥമികമായിട്ടുള്ള ജോലി. ആ ജോലി നിങ്ങൾ നന്നായിട്ട് നിർവഹിക്കണം. ഞാൻ അദ്ദേഹത്തോട് അത് വിനീതമായിട്ടത് ഏറ്റു. ഞാൻ ഈ NK ശ്രീധരൻ എന്ന് പറയുന്ന ഉദ്യോഗസ്ഥൻ്റെ അടുത്തേക്ക് ഞാൻ ആനയിക്കപ്പെട്ടു. ഞാൻ അവിടെ ചെല്ലുമ്പോൾ ഒരു സിഗരറ്റ് കയ്യിൽ വെച്ച് ഒരു പാർക്കർ പേന, അത് പച്ച നിറമുള്ള ബോഡിയുള്ള സ്റ്റീൽ ക്യാപ്പുള്ളൊരു പേനയാണ്. അത് ഞാൻ കണ്ടപ്പോൾ എനിക്ക് വലിയ കൗതുകം തോന്നി. കാരണം ഈ പാർക്കർ പേനയോട് എനിക്ക് വലിയ ആരാധനയാണ്. പാർക്കർ പേന വെച്ച് എഴുതുന്ന ഒരാൾ, അദ്ദേഹത്തെ ഒരു കയ്യിൽ എപ്പോഴും ഒരു എരിയുന്ന സിഗരറ്റ് എപ്പോഴുമുണ്ട്. അപ്പോൾ ഞാൻ നോക്കിയപ്പോൾ NK ശ്രീധരൻ എന്ന് പറയുന്ന ഉദ്യോഗസ്ഥനാണ്. അദ്ദേഹം അന്ന് അസിസ്റ്റൻറ്റ് ജയിലർ എന്ന് പറയുന്ന സബ് ജയിൽ സൂപ്രണ്ടിന് തുല്യമായിട്ടുള്ള തസ്തികയിൽ 2 സ്റ്റാർ വെച്ചിട്ടുള്ള ഒരു ഉദ്യോഗസ്ഥനാണ്. ഞാൻ അദ്ദേഹത്തിൻ്റെ അടുക്കൽ ചെന്ന് തൊഴുതു. ഞാൻ പറഞ്ഞു, ഞാനിങ്ങനെ സന്തോഷം എന്നാണ് എൻ്റെ പേര്. ഞാൻ തിരുവനന്തപുരത്ത് നിന്ന് പുതിയതായിട്ട് ഇവിടെ ജോയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് വന്നതാണ്. സൂപ്രണ്ടിനെ കണ്ടിരുന്നു. സാറിനെ വന്ന് കണ്ട് സാറിനോട് വേണ്ട ഉപദേശങ്ങളൊക്കെ സ്വീകരിച്ച് ഈ സെക്ഷനിലെ കാര്യങ്ങളൊക്കെ പഠിക്കാനാണ് അദ്ദേഹം നിർദ്ദേശം തന്നിരിക്കുന്നത്. അദ്ദേഹം പറഞ്ഞു, ശരി ഈ സീറ്റിലിരുന്നോളൂ. ഞാനങ്ങനെ ആ സീറ്റിലിരുന്നു. കുറേ സമയം ഞാനിങ്ങനെ ചുറ്റും നോക്കി എന്താണ് ഇവിടെ നടക്കുന്നത്. അപ്പോൾ തടവുകാർ ഉണ്ട്, ഉദ്യോഗസ്ഥർ
വ്യത്യസ്തമായിട്ടുള്ള ജോലികൾ നിർവഹിക്കുന്നുണ്ട്. എല്ലാം ഫയൽ വർക്കുകളാണ് നടക്കുന്നത്. അപ്പോൾ അല്പം നേരം കഴിഞ്ഞപ്പോഴത്തേക്ക് ആ ജയിലിലെ ഡോക്ടർ, മെഡിക്കൽ ഓഫീസർ വന്നു. അദ്ദേഹം എൻ കെ ശ്രീധരൻ സാറിൻ്റെ അടുത്തുള്ള സീറ്റിലിരുന്നു. അവർ തമ്മിൽ കാര്യങ്ങളൊക്കെ സംസാരിക്കുകയാണ്. എനിക്ക് യാതൊന്നും ചെയ്യാനില്ല, ഞാൻ വെറുതെ നോക്കിയിരിക്കുകയാണ്. എന്താണ് ഇവിടെ സംഭവിക്കുന്നത്, എന്താണ് ഈ ജോലികളെന്നൊന്നും എനിക്ക് മനസ്സിലാവുന്നേ ഇല്ല. ഞാനിരിക്കുന്ന സെക്ഷൻ്റെ വലതുഭാഗത്ത് എസ്റ്റാബ്ലിഷ്മെൻറ്റ് സെക്ഷനാണ്. ഇടതുഭാഗത്ത് നോക്കിയാൽ വലിയ വലക്കണ്ണികൾ പോലെയുള്ള നെറ്റ് അടിച്ചിരിക്കുന്ന, അതിലൂടെ നോക്കിയാൽ ജയിലിനകം കാണാം. ജയിലിനകത്ത് ടവർ, ഒരു സ്തൂപാകൃതിയിലുള്ള ടവർ കെട്ടിടം, മനോഹരമായിട്ടുള്ളൊരു സൃഷ്ടി, അതും കാണാം. ഈ സമയത്ത് ഒരു ഫയൽ കെട്ട് എടുത്ത് എൻ്റെ മുന്നിൽ വെച്ച് തന്നു ഒരു തടവുകാർ എല്ലാവരും നല്ല നീറ്റായിട്ടുള്ള ഡ്രസ്സ് ധരിച്ചാണ് ആ സെക്ഷനിൽ ജോലി ചെയ്യുന്നത്. 3-4 പേരുണ്ട്. നല്ല വെളുത്ത നീലം മുക്കിയ മുണ്ട്, തേച്ച ഷർട്ട്, നല്ല കുലീനമായിട്ടുള്ള പെരുമാറ്റം, അന്തസ്സോടുകൂടി അവർ ഇടപഴകുന്നു. വളരെ ഭവ്യതയോടുകൂടി ഉദ്യോഗസ്ഥരോട് സംസാരിക്കുന്നു. അങ്ങനൊരു ചിത്രമാണ് എനിക്ക് ആദ്യത്തെ എൻ്റെ സീറ്റിൽ അമർന്നിരിക്കുമ്പോൾ ഞാൻ കാണുന്നത്. അപ്പോൾ അങ്ങനെ കാണുമ്പോൾ എൻ്റെ മുന്നിലേക്ക് എടുത്തു വെച്ച ഈ കെട്ടിനകത്ത് കുറേ ജഡ്ജ്മെൻറ്റ് കോപ്പികളാണ്, വിധിപ്പകർപ്പുകൾ, സെഷൻസ് കോടതിയുടെയും ഹൈക്കോടതിയുടെയും ഒക്കെ വിധിപ്പകർപ്പുകളാണ്. ശ്രീധരൻ സാറ് എന്നോട് പറഞ്ഞു, കുറേശ്ശെയായിട്ട് വായിക്കൂ എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ഓരോ ജഡ്ജ്മെൻറ്റ് വിധിപ്പകർപ്പുകളും എടുത്തു വച്ചിട്ട് അത് മറിച്ച് നോക്കുകയാണ്. കുറേ ജഡ്ജ്മെൻറ്റ് കോപ്പികൾ ഞാൻ ഉച്ചവരെ അവിടെ ഇരുന്ന് വായിച്ചു. പല പല കേസുകൾ, ആരാണെന്നറിയില്ല. അവരെല്ലാം ശിക്ഷിക്കപ്പെട്ടിട്ടുണ്ട് എന്നുള്ള കാര്യം അറിയാം. 302 വകുപ്പ് അനുസരിച്ച് ജീവപര്യന്തത്തിന് ശിക്ഷിക്കപ്പെട്ടിട്ടുള്ള തടവുകാരുടെ കേസ് കെട്ടാണത്. ആ കേസ് കെട്ടുകളാണ് ഞാൻ വായിക്കുന്നത്. ഉച്ചയ്ക്ക് എല്ലാവരും ഭക്ഷണത്തിന് വേണ്ടിയിട്ട് പിരിയുകയാണ്. എന്നെ ശ്രീധരൻ സാർ ഒപ്പം കൂട്ടി ഞങ്ങൾ ജയിലിന് പുറത്തേക്ക് ഇറങ്ങി. ജയിലിന് പുറത്തേക്ക് ഇറങ്ങുമ്പോഴും ഈ ഗേറ്റിലേക്ക് ഞാൻ ഇറങ്ങുമ്പോൾ എൻ്റെ കണ്ണ് അന്വേഷിച്ചത് ഈ സുന്ദരമായിട്ടുള്ളൊരു മുഖം ഞാൻ കണ്ടു. ആ സുന്ദരമായിട്ടുള്ള മുഖമാണ് ഞാൻ ശ്രദ്ധിക്കുന്നത്. അപ്പോൾ അവിടെ ഗേറ്റ് കീപ്പറിനോട് ചേർന്നിട്ട് അവിടെ വേണ്ട സഹായിയായിട്ട് ഈ ചെറുപ്പക്കാരൻ നിൽപ്പുണ്ട്. ഞാൻ പുറത്തിറങ്ങി നടന്നു പോകുമ്പോൾ ഞാൻ എൻ കെ ശ്രീധരൻ സാറിനോട് ചോദിച്ചു, സാറേ ഗേറ്റിൽ കണ്ട വളരെ സുന്ദരനായിട്ടുള്ളൊരു ചെറുപ്പക്കാരൻ, അയാളുടെ എന്താണ് കേസ്? അപ്പോൾ അദ്ദേഹം വളരെ സാധാരണമായിട്ട് പറഞ്ഞു, അതൊരു കൊലക്കേസ് പ്രതിയാണ്, അയാളിവിടെ വന്നിട്ടൊരു 3-4 വർഷമേ ആയുള്ളൂ. ഒരു 23-24 വയസ്സ് പ്രായം തോന്നിക്കുന്ന, വളരെ നല്ല നിറമുള്ള, നല്ല മുഖശ്രീയുള്ള, നല്ല ചുരുണ്ട മുടിയുള്ള, ഒത്തിരി മാംസളമായിട്ടുള്ള ശരീരമുള്ള നല്ലൊരു സുന്ദരൻ ചെറുപ്പക്കാരൻ. അത് 1992 നവംബർ മാസം 9-ാം തീയതിയാണ്. ആ 9-ാം തീയതി എൻ്റെ കണ്ണിലുടക്കിയ ആദ്യത്തെ അന്തേവാസിയുടെ മുഖം സുന്ദരമായിരുന്നു എന്നുള്ള മനോഹരമായിട്ടുള്ള ഒരു വിചാരത്തോടു കൂടിയാണ് ഞാനന്ന് ഉച്ചഭക്ഷണത്തിന് വേണ്ടിയിട്ട് ഇറങ്ങുന്നത്. ഉച്ചഭക്ഷണം കഴിഞ്ഞ് കഴിഞ്ഞാൽ 1 മണിക്കൂറൊക്കെ വിശ്രമമാണ്. 3 മണിക്കാണ് പിന്നീട് വീണ്ടും ഓഫീസിലേക്ക് മടങ്ങി വരേണ്ടത്. അപ്പോൾ ഞാൻ ശ്രീധരൻ സാറിൻ്റെ കൂടെ അദ്ദേഹത്തിൻ്റെ ക്വാർട്ടേഴ്സിലേക്കാണ് പോയത്. അവിടെ ക്വാർട്ടേഴ്സിൽ എത്തിക്കഴിഞ്ഞപ്പോൾ അവിടെ വേണ്ട സഹായത്തിനൊക്കെ ഉള്ളത് അന്തേവാസികളായിട്ടുള്ള ജീവപര്യന്തം തടവുകാരായിട്ടുള്ള നാളായിട്ട് ജയിലിൽ കഴിയുന്ന തടവുകാരൊക്കെ ഉണ്ട് അവിടെ ആ പരിസരത്ത്. ഒരു പത്രം കൊണ്ടുവരുന്നവരുണ്ട്, പത്രം എടുത്തുകൊണ്ട് പോകുന്ന ആൾക്കാരുണ്ട്, വായിച്ച പത്രങ്ങൾ. അതുപോലെ തന്നെ ജയിലിൽ നിന്ന് എന്തെങ്കിലുമൊക്കെ വിവരങ്ങളുമായിട്ട് വന്ന് അതറിയിച്ച് മടങ്ങിപ്പോകുന്ന തടവുകാരുണ്ട്. ഉദ്യോഗസ്ഥർ ഇടയ്ക്കിടയ്ക്ക് വരികയും പോവുകയും ചെയ്യുന്നു. അവരെല്ലാം എന്നെ പരിചയപ്പെടുകയും അതുപോലെ തന്നെ എവിടെ നിന്നാണ് എന്നുള്ള കാര്യവും എത്ര നാളായി എന്നുള്ള കാര്യവുമൊക്കെ അന്വേഷിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. ഞാൻ ഉച്ചയ്ക്ക് ശേഷം 3 മണിക്ക് ജയിലിനുള്ളിലേക്ക് വീണ്ടും സാറിനോടൊപ്പം പോയി. ഇതുപോലെ ജഡ്ജ്മെൻറ്റിൻ്റെ വായനയാണ്, വീണ്ടും അത് തുടർന്നു. അപ്പോൾ അത് കഴിഞ്ഞതിന് ശേഷം ഒരു 5 മണി വരെയും ഒക്കെ കഴിഞ്ഞപ്പോഴത്തേക്ക് ജോലി ചെയ്യുന്ന തടവുകാരൊക്കെ മടങ്ങിപ്പോയി തുടങ്ങി ജയിലിനുള്ളിലേക്ക്. അവർക്ക് 6 മണിക്കുള്ളിൽ അവർക്ക് അവരുടെ മറ്റ് ചില പ്രാഥമിക കാര്യങ്ങളൊക്കെ നിർവഹിച്ച്, അല്ലെങ്കിൽ ലോക്കപ്പിനുള്ളിലേക്ക് കയറുന്നതിന് മുമ്പ് നിർവഹിക്കേണ്ട കാര്യങ്ങളൊക്കെ നിർവഹിച്ച് ജയിലിനുള്ളിലേക്ക് മടങ്ങിപ്പോകേണ്ടതാണ്. സെൽ റൂമിലേക്ക് 6 മണിക്കുള്ളിൽ കയറേണ്ടതാണ്. അതുകൊണ്ട് അവരെല്ലാം മടങ്ങിപ്പോയി തുടങ്ങി. സെക്ഷൻ ഇങ്ങനെ ഒഴിയുകയാണ്. ഒഴിയുന്ന സമയത്ത് അദ്ദേഹം ശ്രീധരൻ സാറിനോട് പറഞ്ഞു,
ഇത് നമ്മൾ എടുത്തു വച്ചിരിക്കുന്നതെല്ലാം 14 വർഷം പൂർത്തീകരിച്ച തടവുകാരുടെ വിധി പകർപ്പുകളാണ്. ഇതെല്ലാം സെഷൻസ് കോടതിയുടെ വിധിയുണ്ട്, അതിൻ്റെ അപ്പലേറ്റ് വിധികളുമുണ്ട്. ഹൈക്കോടതി ഈ വിധിന്യായങ്ങൾ ശിക്ഷ ശരിവച്ചതിൻ്റേതായിട്ടുള്ള രേഖകളും അടങ്ങിയതാണ് ഓരോ സെറ്റ്. നിങ്ങളിന്ന് കോർട്ടസിൽ പോയാൽ ഈ ഓരോ കേസിനെക്കുറിച്ചും ഒരു ജിസ്റ്റ് തയ്യാറാക്കണം, അതിൻ്റെ ഒരു ലഘു വിവരണം തയ്യാറാക്കണം. അത് ഇംഗ്ലീഷിലായിരിക്കണം. കൂടിയാൽ ഒരു 25-30 സെൻറ്റൻസിനപ്പുറത്തേക്ക് വരരുത്. ആ രീതിയിൽ ഒരു പേജിൽ നിൽക്കത്തക്ക തരത്തിലുള്ള ഒരു ലഘു വിവരണമായിരിക്കണം. അത് നിങ്ങൾ നാളെ ഒരു 10 എണ്ണം തയ്യാറാക്കിക്കൊണ്ട് വരണം. അത് ഞാൻ പരിശോധിച്ച് നോക്കട്ടെ എന്ന് പറഞ്ഞു. അപ്പം അങ്ങനെ എനിക്ക് അന്ന് രാത്രിയിലത്തേക്ക് ഒരു അസൈൻമെൻറ്റ് കിട്ടുകയാണ്. ജയിലിൽ എൻ്റെ ആദ്യത്തെ ദിവസം അതാണ്. അപ്പോൾ കുറേ വിധിപ്പകർപ്പുകളും അതിനോടൊപ്പം സുന്ദരനായിട്ടുള്ള ഒരു ചെറുപ്പക്കാരൻ്റെ മുഖവും അടങ്ങിയതാണ് എൻ്റെ ജയിലിലെ ആദ്യത്തെ ദിവസം, ആദ്യത്തെ രാത്രി. അപ്പോൾ ഞാൻ ആ രാത്രിയിൽ ഈ വ്യത്യസ്തമായിട്ടുള്ള ജഡ്ജ്മെൻറ്റുകളിലൂടെയൊക്കെ വായിച്ചു പോകുമ്പോൾ ആ മനുഷ്യരുടെ എല്ലാം മുഖം സങ്കല്പിക്കുകയാണ്. ഓരോ കേസ് കെട്ട് വായിക്കുകയും അതിൻ്റെ ജിസ്റ്റ് തയ്യാറാക്കുകയും ചെയ്യുമ്പോൾ, ഓരോ കേസിൻ്റെയും ലഘുചരിത്രം തയ്യാറാക്കുമ്പോൾ ആ കേസിനാസ്പദമായിട്ടുള്ള സംഭവം, ആ സംഭവത്തിലെ പ്രതി, ആ പ്രതിയുടെ വയസ്സ്, അതൊക്കെ വെച്ചിട്ട് ഞാനൊരു രൂപത്തെ സൃഷ്ടിക്കുകയാണ് എൻ്റെ മനസ്സിൽ. അപ്പം അങ്ങനെ ഉള്ള വ്യത്യസ്തമായിട്ടുള്ള 14 വർഷക്കാരായിട്ടുള്ള ഒരു 10ഓളം തടവുകാരുടെ ജഡ്ജ്മെൻറ്റ് പകർപ്പുകൾ, വിധി പകർപ്പുകൾ ഞാൻ പരിശോധിച്ചു. അന്ന് രാത്രി എൻ്റെ വളരെ കുനുകുനെ എഴുതുന്ന ശീലമുള്ള ഒരാളാണ് ഞാൻ. അങ്ങനെ ഒരു ജസ്റ്റ് ഞാൻ തയ്യാറാക്കി. സൗദി അറേബ്യ, യുണൈറ്റഡ് അറബ് എമിറേറ്റ്സ്, കുവൈറ്റ്. സഞ്ചാരം വോള്യം നമ്പർ 20. ഫുൾ HD-യിലുള്ള അപൂർവ ദൃശ്യയാത്രാ വിവരണ ശേഖരം ഉടൻ സ്വന്തമാക്കാൻ സഞ്ചാരം എന്ന് SMS ചെയ്യൂ. ഫോൺ 9995444222. അപ്പോൾ ജയിലിനുള്ളിലേക്ക് പ്രവേശിക്കുന്ന ആളുടെ പേരും അയാളുടെ ഔദ്യോഗിക സ്ഥാനവും അതിനോടൊപ്പം സമയവും രേഖപ്പെടുത്തും. അത് ഗേറ്റ് കീപ്പർ നിരന്തരമായിട്ട് ശ്രദ്ധിച്ചുകൊണ്ടിരിക്കും. അപ്പോഴും ഈ ചെറുപ്പക്കാരൻ അവിടെയുണ്ട്. ആ ഗേറ്റ് കീപ്പറുടെ ഒരു ഓർഡർലി ആയിട്ട്, സഹായിയായിട്ട് ചെറുപ്പക്കാരനെ ഞങ്ങൾ അയാളുടെ അടുക്കൽ വളരെ സുന്ദരമായിട്ട് ചിരിച്ചു. ഞാൻ അയാളുടെ ചിരി സ്വീകരിച്ചുകൊണ്ട് അകത്തേക്ക് പ്രവേശിക്കും. ഞങ്ങൾക്ക് തമ്മിൽ അന്ന് വലിയ പ്രായ വ്യത്യാസം ഇല്ല. എന്നേക്കാൾ 4-5 വയസ്സ് ചിലപ്പോൾ ഇളയതായിരിക്കും. പക്ഷേ അയാളുടെ ആകർഷകമായിട്ടുള്ള രൂപവും ആകർഷകമായിട്ടുള്ള പെരുമാറ്റവുമാണ് എനിക്ക് അയാളോടൊരു അടുപ്പം തോന്നുന്നതിന് കാരണമായത്. ഞാൻ പക്ഷേ അയാളോടൊന്നും സംസാരിച്ചില്ല. കാരണം ആരോട് സംസാരിക്കണം, ആരോട് സംസാരിക്കരുത്, എന്ത് സംസാരിക്കണം, എന്ത് സംസാരിക്കരുതെന്നതിനെക്കുറിച്ചൊന്നും എനിക്ക് യാതൊരു ധാരണയുമില്ല. ആദ്യത്തെ ഒരു രാത്രി കഴിയുമ്പോൾ എൻ്റെ മനസ്സിൽ കുറേ ജഡ്ജ്മെൻറ്റ് കോപ്പികളും കുറേ കഥകളും ആ കഥകളെല്ലാം കൂടി ചെറിയ ചെറിയ ലഘുരൂപങ്ങളായിട്ട് എഴുതിയ കുറച്ച് പേപ്പറുകളുമായിട്ടാണ് ഞാൻ ജയിലിനുള്ളിലേക്ക് പ്രവേശിച്ചത്. എൻ്റെ ജിസ്റ്റുകൾ ഓരോന്നും വായിച്ചു നോക്കി. അതിൻ്റെ കുറവുകളും കുറ്റങ്ങളും ഒക്കെ പറഞ്ഞു തന്നു. തിരുത്തേണ്ടത് എവിടെയാണ് എന്നുള്ള കാര്യം പറഞ്ഞു. അങ്ങനൊരു അധ്യാപകൻ എങ്ങനെയാണ് ഒരു വിദ്യാർത്ഥിയുടെ കാര്യങ്ങൾ പറഞ്ഞ് വിശദീകരിച്ച് തിരുത്തി തരുന്നത്, അങ്ങനെ എൻ്റെ 10 ജിസ്റ്റുകൾ അദ്ദേഹം തിരുത്തി തന്നു. എന്നിട്ട് പറഞ്ഞു, ഇത് നിങ്ങൾ വീണ്ടും വായിച്ചു നോക്കണം. ഞാൻ എഴുതിയിരിക്കുന്ന രീതിയും നിങ്ങൾ എഴുതിയിരിക്കുന്ന രീതിയും എങ്ങനെയാണ് എന്നുള്ള കാര്യം നോക്കണം. നോക്കിയിട്ട് ബാക്കിയുള്ള വർക്കുകൾ നടത്തണം. നമുക്ക് ഏതാണ്ട് 86ഓളം പ്രതികളുടെ ഇത്തരത്തിലുള്ള ജിസ്റ്റുകൾ തയ്യാറാക്കാനുണ്ട്. അത് നിങ്ങൾ വേണം ഈ കാര്യങ്ങളൊക്കെ ചെയ്യാൻ. നിങ്ങളുടെ ജോലി ഇതാണ്. അടുത്ത ഒരാഴ്ച അല്ലെങ്കിൽ 10 ദിവസത്തിനുള്ളിൽ നമുക്കിത് പൂർത്തീകരിക്കണം. നിങ്ങൾക്ക് ക്വാർട്ടേഴ്സിലും ഈ ഓഫീസിലും ഇരുന്നുകൊണ്ട് ഈ ജോലികൾ ചെയ്യാം. ഞാനങ്ങനെ ഈ തടവുകാരുടെ കേസിൻ്റെ വിധിപ്പകർപ്പുകളുടെ ചുരുക്കെഴുത്ത് നടത്തുന്ന ജോലിയാണ് ഒരു ജയിൽ ഉദ്യോഗസ്ഥൻ എന്നുള്ള രീതിയിൽ ആദ്യം ചെയ്തു തുടങ്ങിയത്. അപ്പോൾ 2 ആഴ്ച കാലത്തിനുള്ളിൽ ഞാൻ വളരെ പ്രധാനപ്പെട്ട ഒരു ജോലിയാണ് നിർവഹിക്കുന്നത് എന്നുള്ള കാര്യം ഈ അന്തേവാസികളിൽ പലർക്കും അറിഞ്ഞ് തുടങ്ങിയിരുന്നു. ഈ പ്രത്യേകിച്ച് ഈ സെക്ഷനിൽ ജോലി ചെയ്യുന്ന 3-4ഓളം തടവുകാരുണ്ട്, അന്തേവാസികളുണ്ട്. അവർ ഈ സെക്ഷനിലെ കാര്യങ്ങൾ ഫയൽ എടുത്തു കൊടുക്കുക, ജഡ്ജ്മെൻറ്റുകൾ എടുത്ത് അടുക്കി വയ്ക്കുക, അതുപോലെ തന്നെ ചെറിയ ചെറിയ ചില പേപ്പറുകൾ തയ്യാറാക്കുക, ചിലത് ടൈപ്പ് ചെയ്ത് റെഡിയാക്കുക,
എഴുതി തയ്യാറാക്കേണ്ടതോ കോപ്പി എടുക്കേണ്ടതോ ആയിട്ടുള്ള കോപ്പികളൊക്കെ എടുക്കുക. അന്നത്തെ സമയത്ത് അത്തരത്തിലുള്ള സൗകര്യങ്ങളൊക്കെ ഓഫീസിൽ കുറവാണ്. അപ്പോൾ ഇതിനൊക്കെ വേണ്ടിയിട്ടാണ് അവർ ജോലി ചെയ്യുന്നത്. അപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു 8-10 ദിവസത്തെ ജോലി കഴിഞ്ഞപ്പോൾ ഏതാണ്ട് 10-80ഓളം ആൾക്കാരുടെ കഥകൾ എൻ്റെ മനസ്സിനുള്ളിലേക്ക് വന്നു കഴിഞ്ഞു. എങ്ങനെയാണ് ഈ കേസുകൾ, എങ്ങനെയാണ് കാര്യങ്ങൾ, എങ്ങനെയാണ് ഒരു തടവുകാരൻ അല്ലെങ്കിൽ ഉണ്ടാവുന്നത്, എങ്ങനെയാണ് കുറ്റവാളി സൃഷ്ടിക്കപ്പെടുന്നത് എന്നൊക്കെയുള്ള കഥ. അപ്പോൾ ഞാൻ പെട്ടെന്ന് എൻ്റെ മനസ്സിലൂടെ പോയത്, ഞാൻ ആദ്യമായിട്ട് ജയിലിനുള്ളിലേക്ക് പ്രവേശിച്ചപ്പോൾ കണ്ട ഈ സുന്ദരനായിട്ടുള്ള ചെറുപ്പക്കാരൻ്റെ പിന്നിലും ഇതുപോലൊരു ജഡ്ജ്മെൻറ്റ് ഉണ്ടാവുമല്ലോ, ആ ജഡ്ജ്മെൻറ്റിനകത്തൊരു കഥയുണ്ടാവുമല്ലോ എന്നാണ്. അപ്പോൾ ആ സമയം കൊണ്ട് എൻ്റെ ജോലിയിൽ ഞാൻ തീരെ മോശക്കാരനല്ല എന്നുള്ളൊരു സാഹചര്യം വന്നപ്പോൾ വളരെ പ്രഗത്ഭനായിട്ടുള്ള എൻ്റെ ഗുരുനാഥനായിട്ട് എനിക്ക് പറയാൻ പറ്റുന്ന എൻ കെ ശ്രീധരൻ സാറിന് എന്നോടൊരു ചെറിയ വാത്സല്യവും ഒരു ചെറിയ സ്നേഹവും, അദ്ദേഹം സാധാരണ അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ എക്സ്പ്രസ് ചെയ്യാൻ വളരെ അധികം മടി കാണിക്കുന്ന ഒരാൾ കൂടിയാണ്. കർക്കശക്കാരനായിട്ടുള്ള, വളരെ കൃത്യമായിട്ട് വളരെ വർക്കഹോളിക്കായിട്ടുള്ള ഒരു ആളാണ്. അദ്ദേഹം ഇല്ല. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു വലിയൊരു സഹായവും വലിയൊരു സ്നേഹവും ഒക്കെ ഞാൻ അനുഭവിച്ചു തുടങ്ങിയപ്പോൾ ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചു, സർ, ഈ വെളിയിൽ ഗേറ്റ് കീപ്പറുടെ സഹായിയായിട്ട് നിൽക്കുന്ന ആ ചെറുപ്പക്കാരൻ്റെ കേസിൻ്റെ വിവരം എങ്ങനെയാണ്, എന്താണ് അതിൻ്റെ കേസ്? അപ്പോൾ അദ്ദേഹം എന്നോട് പറഞ്ഞു, ആ കേസ് ആ ചെറുപ്പക്കാരൻ്റെ ഇളയ സഹോദരിയെ കൊന്ന കേസാണ്. അവളെ മാനഭംഗപ്പെടുത്തുകയും കൊല്ലുകയും ചെയ്ത കേസിനകത്ത് ശിക്ഷിക്കപ്പെട്ടുള്ള തടവുകാരനാണ്. ഞാൻ ഞെട്ടിപ്പോയി. ഇത്ര സുന്ദരനായിട്ടുള്ളൊരു ചെറുപ്പക്കാരൻ, വളരെയധികം പ്രായത്തിൽ കവിഞ്ഞ പക്വതയോടുകൂടി പെരുമാറുന്ന ഒരാൾ, അവൻ്റെ കൈകൾ പോലും എത്ര സുന്ദരമാണെന്ന് ഞാൻ കണ്ടു. അത്ര സുന്ദരമായിട്ടുള്ള ഈ കൈകൾ വെച്ചിട്ട് അവൻ്റെ സഹോദരിയെ, അതും ഇളയ പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിയെ കൊല്ലുക, ആ കൊന്നതിന് ശേഷം ആ ശവശരീരം മറവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉള്ള ഇടവേളയിൽ അത് വീട്ടിനുള്ളിലെ കട്ടിലിൻ്റെ അടിഭാഗത്ത് ഒളിപ്പിച്ചു വെക്കുക, അത് കഴിഞ്ഞതിന് ശേഷം ഈ ശവശരീരം വീടിൻ്റെ അകലെയുള്ള ഒരു കല്ല് വെട്ടുന്ന കുഴിയിൽ ഉപേക്ഷിക്കുക. ഇതൊക്കെ ചെയ്തു എന്ന് പറഞ്ഞപ്പോഴത്തേക്ക് എൻ്റെ മനസ്സിനുള്ളിൽ പെട്ടെന്ന് ഒരു ഞെട്ടലുണ്ടായി. ഏതൊക്കെ വിപരീത അവസ്ഥയിലാണ് മനുഷ്യൻ പ്രവർത്തിക്കുന്നത് എന്നുള്ള കാര്യം. മനുഷ്യൻ്റെ സുന്ദരാകാരവും അയാളുടെ പ്രവൃത്തിയുടെ വൈരുദ്ധ്യമൊക്കെ എന്നെ വലിയ രീതിയിൽ ഞെട്ടിപ്പിച്ച് കളഞ്ഞു. അയാളുടെ മുഖത്തേക്ക് വീണ്ടും എനിക്ക് നോക്കാൻ സാധിക്കാതെ വന്നു. ഓരോ സമയത്തും ഗേറ്റിനുള്ളിലേക്ക് കടക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെറിയ വിക്കറ്റ് തുറന്നാണ് അകത്തേക്ക് വലത്തുകാലെടുത്ത് വെക്കുന്നത്. അപ്പോൾ വലതുകാലെടുത്ത് വെക്കുകയും തല നമ്മൾ കുനിക്കുകയും ചെയ്തുകൊണ്ടാണ് ജയിലിനുള്ളിലേക്ക് പ്രവേശിക്കുക. അപ്പോൾ ഇല്ലെങ്കിൽ ആ കട്ടിയേറിയ വാതിലിൽ നമ്മൾ തലയിടിക്കും. അപ്പോൾ അങ്ങനെ തലകുനിച്ചകത്തേക്ക് പ്രവേശിക്കുമ്പോൾ, തല ഉയർത്തുമ്പോൾ എപ്പോഴും ഞാൻ കാണാൻ ആഗ്രഹിച്ചത് ഇത്തരത്തിലുള്ള ഒരു സുന്ദരനായിട്ടുള്ള ചെറുപ്പക്കാരൻ കൂപ്പുകൈകളോടെ മുന്നിൽ നിൽക്കുന്നതും അവൻ്റെ പുഞ്ചിരിയുമായിരുന്നു. പക്ഷേ ഈ പുഞ്ചിരിയുടെയും ഈ കൂപ്പുകൈകളുടെയും മനോഹരമായിട്ടുള്ള അവൻ്റെ ശരീരത്തിൻ്റെയും ഉള്ളിൽ എത്ര കുടിലമായിട്ടുള്ള ഒരു മനസ്സും എത്ര മോശമായിട്ടുള്ളൊരു പ്രവൃത്തിയിലേക്ക് നയിച്ച ഒരു അവസ്ഥയുമാണുള്ളത് എന്ന് ആലോചിച്ചപ്പോൾ എൻ്റെ മനസ്സിൽ ഒരിക്കലും അയാളോട് ക്ഷമിക്കാൻ സാധിക്കാത്ത രീതിയിലുള്ള ഒരു അവസ്ഥ എൻ്റെ മനസ്സിനുള്ളിൽ വളർന്നു വന്നു. ഞാൻ പിന്നീട് അയാളെ നോക്കാതായി, ഞാൻ അയാളെ ശ്രദ്ധിക്കാതെയായി, ഞാൻ അയാളോട് ഒരു തരത്തിലുള്ള അടുപ്പവും കാണിക്കാതെയായി. അത് കഴിഞ്ഞതിന് ശേഷവും പിന്നീട് എൻ്റെ ജോലികൾ തുടരുന്നതിനിടയ്ക്ക് ഈ ചെറുപ്പക്കാരനെ ഞാൻ നിരീക്ഷിക്കാൻ തുടങ്ങി. അത് കാരണം തടവുകാരെ നിരീക്ഷിക്കുക എന്നുള്ളത് ജയിലുദ്യോഗസ്ഥൻ്റെ ഏറ്റവും പ്രാഥമികമായിട്ടുള്ള ജോലിയാണ്. അവരുടെ സുരക്ഷിതമായിട്ട് നിരീക്ഷിക്കുന്നതിലൂടെ അവരിലുള്ള മാറ്റങ്ങൾ തിരിച്ചറിയാൻ വേണ്ടി ശ്രമിക്കുക. ഇതൊക്കെയാണല്ലോ ഒരു ജയിലുദ്യോഗസ്ഥൻ ചെയ്യേണ്ടത്. അപ്പോൾ ആ ജയിലുദ്യോഗസ്ഥൻ്റെ ധർമ്മത്തിലേക്ക് ഞാൻ വളരാൻ ശ്രമിക്കുകയാണ്. ആ ശ്രമത്തിൽ ഞാൻ കണ്ട ഏറ്റവും പ്രധാനപ്പെട്ടൊരു ഒബ്ജക്റ്റ് ഈ ചെറുപ്പക്കാരനാണ്. അപ്പോൾ അതിനുശേഷം ഞാൻ അയാളുടെ ജഡ്ജ്മെൻറ്റ് ഞാൻ കണ്ടുപിടിക്കുകയും അത് വായിക്കുകയും ചെയ്തു. കാരണം അത് അയാളുടെ ഉടനെ ആവശ്യമുള്ളതൊന്നുമല്ല, എന്നാലും ഞാനത് ഒന്ന് നോക്കി. അപ്പോൾ അതിനകത്ത് ഈ ശ്രീധരൻ സാർ പറഞ്ഞ കാര്യങ്ങളൊക്കെ തന്നെയാണ് വിശദീകരിച്ചിരിക്കുന്നത്. ഒരു 2 ആഴ്ചയ്ക്ക് ശേഷം ഈ ചെറുപ്പക്കാരൻ്റെ മറ്റ് ചില കഥകൾ കൂടി എനിക്ക് മറ്റുള്ള അന്തേവാസികളിൽ നിന്ന് ലഭിക്കുന്നുണ്ട്. ആ കഥകളിലൂടെ അവരുടെ ചില കഥകളൊക്കെ ഞാൻ കേട്ടപ്പോൾ എന്നെ അത്ഭുതപ്പെടുത്തിയ ഒരു കാര്യം, ഇതിന് നേരെ വിപരീതമായിട്ടുള്ളൊരു അവസ്ഥയാണ്. കാരണം ഈ ജഡ്ജ്മെൻറ്റിൽ പറഞ്ഞിരിക്കുന്ന പ്രധാന കാര്യങ്ങൾ മാത്രമാണ് എനിക്ക് കിട്ടിയിട്ടുള്ള വിവരങ്ങൾ. പക്ഷേ അതിനെ തുടർന്ന് സംഭവിച്ച വേറെ ചില കാര്യങ്ങളുണ്ട്.
അതിൽ ഈ ചെറുപ്പക്കാരൻ ഒരു കൂട്ടുകുടുംബത്തിലെ അംഗമാണ്. അയാളുടെ വീട്ടിൽ അച്ഛൻ, അമ്മ, അയാളുടെ സ്വന്തം സഹോദരങ്ങൾ, അതിനോടൊപ്പം അച്ഛൻ്റെ അനുജൻ, അനുജൻ്റെ ഭാര്യ, അവരുടെ മക്കൾ എല്ലാം കൂടി അടങ്ങുന്ന അമ്മുമ്മ ഒക്കെ അടങ്ങുന്ന ഒരു വിപുലമായിട്ടുള്ളൊരു കുടുംബമാണ്. ആ കുടുംബത്തിൽ 2 അസാധാരണ മരണങ്ങൾ കൂടി പിന്നീട് സംഭവിച്ചിട്ടുണ്ട്. അതിലൊന്ന് ഈ പെൺകുട്ടിയുടെ, മരിച്ച പെൺകുട്ടിയുടെ അമ്മ, അതായത് ഈ ചെറുപ്പക്കാരൻ്റെ അച്ഛൻ്റെ അനുജൻ്റെ ഭാര്യ, അവർ ആത്മഹത്യ ചെയ്തു. അവരാത്മഹത്യ ചെയ്ത് ഒരു 3 മാസത്തിനുള്ളിൽ ഈ ചെറുപ്പക്കാരൻ്റെ അച്ഛൻ ആത്മഹത്യ ചെയ്തു. ഈ 2 ആത്മഹത്യകളും തമ്മിൽ ഒരു 3 മാസത്തെ ഇടവേളയേ ഉള്ളൂ. അച്ഛൻ ആത്മഹത്യ ചെയ്തത് വളരെ ദൂരെയുള്ള ഒരു ഒറ്റപ്പെട്ട വീട്ടിനുള്ളിൽ ആണ് അയാൾ തൂങ്ങി മരിച്ചത്. ആ തൂങ്ങി മരിച്ച ശവശരീരം കണ്ടെത്തിയത് ഏതാണ്ട് ഒരാഴ്ചയ്ക്ക് ശേഷമാണ്. ശരീരം മുഴുവൻ ദ്രവിച്ച് ഇറന്ന് വീണ ഒരു സാഹചര്യത്തിലാണ്. അപ്പോൾ ഈ 2 മരണങ്ങളുടെ ഇടവേളകളും വളരെ ചെറുതാണ്. അപ്പോൾ ഈ 2 മരണങ്ങൾ യഥാർത്ഥത്തിൽ വേറൊരു വിഷയത്തിലേക്കോ അല്ലെങ്കിൽ വേറൊരു പ്രശ്നത്തിലേക്കോ ആണ് നയിച്ചത്. അതിൻ്റെ കാര്യങ്ങൾ അയാൾ ഒരിക്കലും എന്നോട് പറഞ്ഞിട്ടില്ല. അയാൾ ഒന്നും പറയാൻ ശ്രമിച്ചിട്ടുമില്ല. പിന്നീട് ഞാൻ ഈ കാര്യങ്ങൾ മനസ്സിലാക്കിയതിന് ശേഷം അയാളോട് ഈ കാര്യങ്ങളൊക്കെ സംസാരിക്കാൻ ശ്രമിച്ചപ്പോഴും അതൊന്നും വിശദീകരിക്കാനുള്ള ഒരു സാഹചര്യവും അയാൾ ഉണ്ടാക്കിയില്ല. പക്ഷേ യഥാർത്ഥത്തിൽ അയാൾ ഈ കേസിനകത്ത് നിർദോഷിയായിട്ടുള്ള ഒരാളാണ് എന്ന് വലിയ രീതിയിലുള്ള മനസ്താപത്തോടു കൂടി എനിക്ക് തിരിച്ചറിയാൻ വേണ്ടിയിട്ട് കഴിഞ്ഞിരുന്നു. കാരണം വീട്ടിനുള്ളിൽ നടന്ന ഒരു അരുതാത്ത ഒരു ബന്ധത്തിൻ്റെയും അതിൻ്റെ ഒരു വികാസത്തിൻ്റെയും സാക്ഷിയാകേണ്ടി വന്ന പെൺകുട്ടി നിശബ്ദയാക്കപ്പെട്ടതാണ് ആ കേസിൽപ്പെട്ട കാര്യം. ആ നിശബ്ദമാക്കപ്പെട്ട പെൺകുട്ടിയുടെ കേസിൽ ഈ സഹോദരൻ, അർദ്ധസഹോദരൻ ഒരു തരത്തിലുള്ള കുറ്റവാളിയുമല്ല. പക്ഷേ അയാളെ സംബന്ധിച്ചിടത്തോളം ആ കേസിനകത്ത് അയാളാണ് എന്ന് സംശയിക്കപ്പെടുകയും ഈ തെളിവുകളെല്ലാം, ഒരു വീടിനുള്ളിൽ നിന്ന് കണ്ടെത്തിയ തെളിവുകളെല്ലാം അയാൾക്കെതിരാവുകയും അയാളുടെ വാദങ്ങളൊന്നും സ്വീകാര്യമാകാത്ത അവസ്ഥ വരികയും അയാൾക്ക് വേണ്ടിയിട്ട് ശബ്ദിക്കാൻ ആരുമില്ലാതെ വരികയും ചെയ്തപ്പോൾ ആ വീട്ടിലെ ഈ ദുരന്ത ഫലത്തിൻ്റെ പ്രതിയും കുറ്റവാളിയുമായിട്ട് അയാൾ മാറുകയും യഥാർത്ഥ കുറ്റവാളികൾ പിന്നീട് വിധിയുടെ മുമ്പിൽ അവർക്ക് വെച്ചിരിക്കുന്ന ശിക്ഷ അവർ സ്വയം തയ്യാറാക്കി അനുഭവിക്കുകയും ചെയ്തു എന്നുള്ളതാണ് ഈ കേസിൽ സംഭവിച്ച കാര്യം. ആ ജയിൽ ചാട്ടത്തെക്കുറിച്ച് ഞങ്ങൾ മനസ്സിലാക്കുന്നത് സന്ധ്യയോടുകൂടിയാണ്. ആ ജയിൽ ചാട്ടം നടന്ന ദിവസം രാവിലെ മുതൽ ജയിൽ വളരെ സാധാരണ രീതിയിൽ പ്രവർത്തിച്ചിരുന്നു. പക്ഷേ വൈകിട്ട് ലോക്കപ്പിന് എണ്ണമെടുക്കുമ്പോൾ ഒരു പ്രതിയുടെ കുറവ് കണ്ടു.